എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ അച്ചാറാണ്. അപ്പൊ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുകയാണ്. നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലൊക്കെ പൊടികൾ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളമെളുപ്പം കാണാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ ശ്രദ്ധിക്കുക. 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞതാണ്. 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞതാണ്. പിന്നെ വറ്റൽമുളകും കറിവേപ്പില 1/4 ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴിയെ നോക്കാം. അതിനു മുമ്പേ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചിക്കന്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയ ശേഷം മാത്രം കോരി മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പൊ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ സൗണ്ട് കേൾക്കും. ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് കിടക്കാം. ഈ എണ്ണ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇടാത്തത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും പച്ചമുളകിലും ഒന്നും വെള്ളത്തിന്റെ അംശം കാണാനേ പാടില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇവിടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ഒഴിക്കണ്ട കേട്ടോ, പകുതി ഒഴിച്ചാലും മതിയാവും. നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
ഇപ്പൊ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാൽ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പൊടിക്കായമാണ്. ഇപ്പൊ വിനാഗിരിയിൽ കിടന്ന് ചിക്കനൊക്കെ ഒന്നുകൂടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കാൻ. ചിക്കൻ വറുക്കുന്ന സമയം മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നായി കിട്ടും. ഇത് നാളെ ആകുമ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ലൂസാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ചിക്കൻ ഇടുക. അതിനുശേഷം ഒന്നുകൂടെ തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള അച്ചാർ കിട്ടും. ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. 1 മാസത്തോളം കേടാവാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.